അവർ തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പം തിരിച്ചു വരുമ്പോൾ താമസിക്കാൻ സ്ഥലമില്ല. ജീവനാംശം മകൻ വിറ്റിട്ടാണ് ഫ്ലാറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെന്ത് ചെയ്യും? ചേട്ടായിയുടെ ഭാര്യ പറഞ്ഞ്, അപ്പനെ നമുക്ക് വിലക്ക് വാങ്ങിക്കാൻ പറ്റുമോ? അപ്പനുള്ളിടത്തോളം കാലമല്ലേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുമെങ്കിൽ അപ്പനും കഴിക്കും. അപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, അമ്മനെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വചനം കഠിനമാണ്. അവർ വിട്ടുപോകാൻ തയ്യാറല്ല. അവർ അപ്പൻ്റെയും അമ്മയുടെയും ജീവനാംശം കിട്ടിയില്ലെങ്കിൽ പോലും, അത് അനുജനിയാണ് കിട്ടിയെങ്കിൽ പോലും അപ്പനെയും അമ്മനെയും കർത്താവിൻ്റെ വചനത്തെ പ്രതി ഉപേക്ഷിക്കാൻ തയ്യാറല്ല, വിട്ടുപോകാൻ തയ്യാറല്ല. എന്തിനാണ്? നിത്യജീവന്റെ വചനങ്ങൾ. കൈയിടിച്ച് കർത്താവ് അങ്ങയുടെ വചനം ആത്മാവും ജീവനുമാണ്. കർത്താവേ, ആകാശം മാറിയാലും മാറാത്ത വചനമാണ്, ഭൂതലം മാറിയാലും മാറാത്ത വചനമാണ്. അത് നിത്യജീവന്റെ വചനമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. കരങ്ങൾ ഉയർത്തി വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് തിരുവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. കഠിന വചനങ്ങളിൽ നിത്യജീവനുണ്ടെന്ന് പറഞ്ഞത് ആരാണ്? പത്രോസാ. പത്രോസ് അല്ല ശരിക്കും പറഞ്ഞത്. ആരാണ്? ഈശോ പത്രോസ് എന്തെങ്കിലും പറയുമ്പോൾ പത്രോസിൻ്റെ വായിൽ നിന്ന് പിതാവിൻ്റെ വാക്ക് കേൾക്കാനാണ് ഈശോക്ക് കൊതി. ശിമയോൻ എന്ന് ഈശോ വിളിക്കും. മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. കൈയിടിച്ച് കർത്താവ് ദൈവമേ, ഈ വചനങ്ങളെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത് പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവാണ് നന്ദി പറയുന്ന ദൈവമേ, അഭിഷേക വചനങ്ങളാൽ ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എല്ലാവരും പാടാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ലുക്കാ 5:40 ആണ് യോഹന്നാൻ 6:60 പറയുന്ന കഠിന വചനങ്ങളുടെ ഒരു ഉദാഹരണം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലെങ്കിൽ കൂടി വിട്ടുകൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് അല്ല കേസുണ്ടാക്കി. അതായത് ഈശോ പറയണത്, അവനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ച് കഴിയുമ്പോൾ അവൻ വിട്ടുപോവാതിരിക്കാൻ അവൻ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പൊന്ന് വിട്ടുപോകും, ചിലപ്പോൾ വെള്ളി വിട്ടുപോകും. വിട്ടുപോകാത്ത ഒന്നുണ്ട്, അതും പത്രോസ് പറഞ്ഞതാണ്. വെള്ളി എന്നെ വിട്ടുപോയി, സ്വർണവും എന്നെ വിട്ടുപോയി. എന്താണ്? കർത്താവിൻ്റെ വാക്ക് കേട്ടത് കാരണം. സ്വർണം വെള്ളിയും കർത്താവിൻ്റെ വാക്ക് കേട്ടത് കാരണം എന്നെ വിട്ടുപോയി. എന്നെ വിട്ടുപോകാത്ത ഒന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തു നാമം കൈയടിച്ച് കിടന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, പത്രോസ് പറഞ്ഞ അഭിഷേകവചനത്തെ ഓർക്കുന്നു. സ്വർണമോ വെള്ളി എന്റെ പക്കലില്ല, മറിച്ച് ഒന്ന് മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. യേശുനാമം അതിശയനാമം, കീഴേരിക്കുമ്പനാമം. വിശ്വാസത്തോടെ പാടാം. യേശുനാമം അതിശയനാമം, കീഴേരിക്കുമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം,
വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിയിടും തിരുമുൻ വല്ലഭത്വമുള്ള നാമം. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് എല്ലാ മുഴങ്കാലും മടങ്ങിയിടും തിരുമുൻ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കുമ്പനാമം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും. വെള്ളി വിട്ടുപോയിട്ടും സ്വർണം വിട്ടുപോയിട്ടും പത്രോസിനെ ഈശോ എന്നാ വിട്ടുപോകാതിരുന്നത്? കാരണം അവൻ ജെറുസലേം വിട്ടുപോകാതിരുന്നത് കൊണ്ടാണ്, ഇല്ലേ? ഈശോ ക്രൂശിക്കപ്പെട്ടിട്ടും സമ്പത്ത് യൂദാസ് അടിച്ചു മാറ്റി ആത്മഹത്യ ചെയ്തിട്ടും ഉള്ളവും വലിയ കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടിട്ടും സ്വന്തം ജീവന് നേരെ ഭീഷണി വന്നിട്ടും നാട്ടിൽ പട്ടിണിയായിട്ട് കഴിഞ്ഞു കൂടിയിട്ടും കർത്താവിൻ്റെ വാക്ക് അവൻ വിട്ടുപോയില്ല. അവൻ ജെറുസലേമിൽ തന്നെ ഉണ്ടായിരുന്നു. ദയവേദലേ, വെള്ളി നിന്നെ വിട്ടുപിരിഞ്ഞാലും സ്വർണം നിന്നെ വിട്ടുപിരിഞ്ഞാലും കർത്താവിൻ്റെ വചനം നിന്നെ വിട്ടുപിരിഞ്ഞില്ലെങ്കിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് മാത്രമാണ് രക്ഷകൻ. അങ്ങയുടെ കരങ്ങളിലാണ് ഞങ്ങളുടെ പാപതേയം. കർത്താവേ, മറ്റൊരുത്തൻ രക്ഷയില്ല. രക്ഷ എങ്കിൽ മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന. കർത്താവേ, അങ്ങയുടെ കരം കുറുകിയിട്ടില്ലെന്ന്. ഹല്ലേലൂയ. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. അനുദിന ജീവിതത്തിനേക്കാളുപരി നിത്യജീവനെ പ്രാധാന്യം കൊടുത്താൽ, അതാണ് പത്രോസ് ജെറുസലേം വിട്ടു പോവാതിരുന്നത്. കർത്താവിൻ്റെ വചനങ്ങൾ പ്രകാരം ജെറുസലേമിൽ തന്നെ പത്രോസ് തങ്ങിയത്. തൻ്റെ ജീവനേക്കാളുപരി കർത്താവിൻ്റെ കഠിന വചനങ്ങളെ നിത്യജീവൻ്റെ വചനങ്ങളായി തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി, എൻ്റെ ജീവനേക്കാൾ വലുതാണ് കർത്താവിൻ്റെ വചനങ്ങളെന്ന്. അത് നിത്യജീവൻ്റെ വചനങ്ങളായത്. നിത്യജീവനെക്കുറിച്ച് ഇത്രയും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പോസ്തലൻ ഉണ്ടായിട്ടില്ല. കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ വാളൂരി വെട്ടിയപ്പോഴേ കർത്താവ് അവനോട് പറഞ്ഞതാണ്. എന്ത് പറഞ്ഞു? വാള് ഉറയിലിടാൻ പറഞ്ഞു. എന്നിട്ട് പാവപ്പെട്ടവന് വാള് ഉറയിലിട്ട്. കഠിന പദമായിരുന്നത്, കഠിന വചനമായിരുന്നു കർത്താവ് പറഞ്ഞ്. കാര്യം എന്താ? അവനെ വെട്ടാൻ വേണ്ടി 100-200 വാള് ചുറ്റോട് തിരിഞ്ഞ് നിൽക്കണ്ടേ. അപ്പോഴവൻ വാളുറയിടുന്നത് ബുദ്ധിയാണോ? ആണോ? അല്ല. തടുക്കണമെങ്കിലും വാള് വേണ്ടേ? അപ്പം കർത്താവ് പറഞ്ഞ വചനം കഠിന വചനമാണ്. ഈ കഠിന വചനം പറഞ്ഞിട്ട് ഈ വചനം കഠിനമാണ്, ഇതാർക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ വാളുറയിലിടാതെ അവിടെ നിന്നില്ല. അവൻ ജീവൻ പണയം വെച്ചുകൊണ്ട് അത് കർത്താവാണ് പറഞ്ഞത്, നിത്യജീവൻ്റെ വചനങ്ങളാണ്. അത് കഠിന വചനമായാലും ഈ ജീവിതമല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ നിത്യകാലം ജീവിക്കാൻ വേണ്ടി അത് നിൻ്റെ മക്കളാണല്ലോ എന്ന് ആദ്യമായി മനസ്സിലാക്കിയ അപ്പോസ്തലനാണ്. ദൈവവേദലേ, കർത്താവിൻ്റെ വചനങ്ങൾ കഠിന വചനമാകുമ്പോൾ നമ്മളോടും ചിലപ്പോൾ നിരായുധനാകാൻ പറയും. അതാ കഠിന പദം. അപ്പോൾ കർത്താവിനെ വിട്ടുപോകാതിരുന്നാൽ കർത്താവ് നമ്മളെ ഒരിക്കലും നിത്യത വരെ വിട്ടുപോകത്തില്ലെന്നാണ് പത്രോസിൻ്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുമോ? ഓരോ നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ,
ഉള്ളവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഈ കഠിന പദങ്ങളെയൊക്കെ, കഠിന വചനങ്ങളെയൊക്കെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവൻ പാലിച്ചിട്ട് കർത്താവിൻ്റെ വചനം കേട്ട് വാള് ഉറയിലിട്ട് നിരായുധനായി മാറുമ്പോഴും, തൻ്റെ ജീവന് ഭീഷണി ഉണ്ടായിട്ട സമയത്ത് പോലും ജെറുസലേം വിട്ടുപോകാതെ കർത്താവിൻ്റെ വചനങ്ങളെ പാലിച്ചുകൊണ്ട് അവൻ ജെറുസലേമിൽ തന്നെ തങ്ങുമ്പോഴും അതിനൊക്കെ ഒരു കാരണം അവൻ പറയും അവസാനം. അതവനെക്കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ കർത്താവിനെന്ത് കൊതിയാ. കർത്താവ് ഒരു ചോദ്യം ചോദിക്കും, പരപത്രോസേ, നിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമാണിത്. നീ ആരാണെന്ന്, നീ എനിക്കാരാണെന്ന് നീ പറയണം. ഞാൻ ആരാണെന്നാണ് നീ പറയണതെന്ന് പറയും എന്ന് പറഞ്ഞ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ കർത്താവ് വേറെ ഒരു സമയത്ത് ചോദിക്കും, ഇവരെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. രണ്ടും ചോദ്യം ഒന്ന് തന്നെയാണ്. ഞാൻ ആരാണെന്നാണ് നീ പറയണത് എന്ന ചോദ്യത്തിന് തന്നെ മറുപുറമാണ്, അതിൻ്റെ സമാന്തരമായിട്ടുള്ള സമചോദ്യമാണ് എന്താണ്, എല്ലാവരെക്കാളുപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞ മറുപടി എന്താണ്? കർത്താവേ, അങ്ങക്ക് എല്ലാം അറിയാം. എല്ലാം അറിയാമെന്ന് വെച്ചാൽ നിൻ്റെ വചനം കേട്ടപ്പോഴേ ഞാൻ നിരായുധനായി വാളൂരിയിട്ട് എൻ്റെ ജീവനേക്കാൾ ഉപരി നിൻ്റെ വചനത്തെ സ്നേഹിച്ചവനാണ് ഞാൻ. അതിൻ്റെ സ്നേഹത്തിൻ്റെ പേരിലാണ്. എല്ലാം അറിയാവുന്ന ഒരവസ്ഥ നമ്മളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി നമ്മൾ നടത്തിയ സാക്ഷ്യങ്ങൾ, അതാണ് നമ്മുടെ സ്വത്തെന്ന് പറയണത്. നോൻപ് കാലത്ത് ഞാൻ പറഞ്ഞു, നോൻപ് കഴിയുമ്പോൾ ആത്മശക്തിയുള്ളവരായി നമ്മൾ തിരിച്ചു വരുമെന്ന്. ആത്മശക്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ശക്തനായവൻ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ്. മനസ്സിലായില്ലേ? ശക്തൻ എങ്ങനെ കൂടെ നിൽക്കണം നിർത്തണത്? അവൻ്റെ കഠിന വചനങ്ങൾ നിത്യജീവൻ്റെ വചനങ്ങളായിട്ട് നമ്മുടെ ജീവനേക്കാളുപരി, അനുദിന ആവശ്യങ്ങളെക്കാളുപരി അവനെ നമ്മൾ പത്രോസിനെ പോലെ സ്നേഹിക്കുമ്പോഴാണ്. അവനെ സ്നേഹിക്കുമ്പോഴാണ് അവൻ്റെ വചനം, കഠിന വചനങ്ങൾ പത്രോസിന് ലഘുവായിട്ട് തോന്നിയത്. കർത്താവ് പറഞ്ഞതാണത്, എൻ്റെ വചനങ്ങൾ മധുരമാണ്, എൻ്റെ മുഖം ലഘുവാണ്. എപ്പോഴാണ്? പത്രോസിനെ പോലെ സ്നേഹിക്കുമ്പോൾ. നോൻപ് സ്നേഹത്തിൻ്റെ ഒരു കാലമാണ്. കഠിന വചനങ്ങളെ, ലഘുവചനങ്ങളെ അനുഭവിക്കാൻ പത്രോസിനെ പോലെ നമ്മളെ പരുവപ്പെടുത്തുന്ന ആധ്യാത്മിക അഭിഷേകത്തിൻ്റെ കാലമാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പത്രോസിനെ പോലെ നിത്യജീവനെ ലക്ഷ്യം വെച്ച് യേശുവിൻ്റെ സ്നേഹത്താൽ എരിവുള്ളവരായിട്ട്, കഠിന വചനങ്ങളെന്ന് മറ്റുള്ളവർ പറയണത് ലഘുവചനങ്ങളായി സ്നേഹത്താൽ മധുരതരമാക്കാൻ കർത്താവേ, ഈ നോൻപിലൂടെ എന്നെ പരുവപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ ശക്തീകരിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ശക്തനായ ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. കരങ്ങൾ യേശുവിലേക്ക് നീട്ടിക്കൊണ്ട് ചേർന്ന് പാടാം. ദൈവസ്നേഹത്തോടെ തിരുവത്താഴമേശയിലെ സമ്മാനം, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാരാധനമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാടാം മാലാഖമാർക്കും ജീവന്റെ തിരുമോചനേ. ആരാധന പാടാം മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ. ആരാധന പാടാം മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ സമയത്തുമുള്ള എല്ലാ ദിവസങ്ങളിലുമുള്ള സാക്ഷ്യങ്ങളിൽ ആരാധന സമയത്തുള്ള കയ്യൊപ്പ് പ്രാർത്ഥനയിലുള്ള സൗഖ്യങ്ങൾ ജനങ്ങൾ ഇന്നും സാക്ഷ്യം പറഞ്ഞതാ. ഇപ്പോഴ് ഉദര ഭാഗങ്ങളിലുണ്ടാകുന്ന വേദനയെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഉദരഭാഗത്ത് കൈവച്ച് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇത് വളരെ ഗൗരവതരമായി എൻ്റെ സഹോദരങ്ങൾ സ്വീകരിക്കണം. കാര്യം നമുക്ക് അനവധി സാക്ഷ്യങ്ങൾ ഈ സമയത്ത് ലഭിച്ചിട്ടുണ്ട്. ഗർഭാശയ രോഗങ്ങൾ മാറിയത് കിട്ടി, ആർത്തവ വേദനയെക്കുറിച്ചും അതിൻ്റെ ബ്ലീഡിങ്ങിനെക്കുറിച്ചുള്ള സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ കിട്ടി, ഓവുലേഷൻ ടൈമിലുണ്ടാകുന്ന അസ്വസ്ഥതയും പ്രയാസങ്ങളും മാറുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു, മൂത്രാശയത്തിലെ സിസ്റ്റുകൾ, ഇങ്ങനെ കുറേ രോഗങ്ങൾ യൂട്യൂബിൽ സൗഖ്യപ്പെട്ടവരെ സാക്ഷ്യം പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദരത്തിൽ കൈവെക്കുക. ഉദരസംബന്ധമായ അനേകം രോഗങ്ങളാണിന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത്. കുടലിലെ കുരുക്കൾ, അൾസർ, അരസസ്, പിസ്റ്റുല, PCOD രോഗങ്ങളാണ്. എല്ലാ രോഗങ്ങളുള്ളവരെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. പിഷരോഗങ്ങൾ, മക്കളില്ലാത്തവർ, ഗർഭാശയമുള്ളവർ, ഗർഭാശയത്തിൽ മുഴയുള്ളവർ, ഫെല്ലോട്ടിൻ ട്യൂബ് മുറിച്ച് മാറ്റപ്പെട്ടവർ, ഒരു ട്യൂബ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മക്കളില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഒക്കെ അടിവയറ്റിൽ കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിൽ കൈവെക്കുക. നടുവേദനക്കാരും ഇടുപ്പലിന് ദ്രവിപ്പുള്ളവരും തേയ്മാനമുള്ളവരും നടുവിൽ കൈവെക്കുക. അച്ഛൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗീയപ്പ, അങ്ങയുടെ മക്കള് അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ, രോഗികൾ പ്രാർത്ഥിക്കുന്നപ്പ, PCOD രോഗികൾ പ്രാർത്ഥിക്കുന്നപ്പ, കിഡ്നി രോഗികൾ പ്രാർത്ഥിക്കുന്നപ്പ, അപ്പാ കൈ നീട്ടണമേ. അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, അപ്പാ കൈ നീട്ടണമേ. ഉദരരോഗികളെ പ്രാർത്ഥിക്കുന്നപ്പ, സിസ്റ്റ് രോഗികൾ, മൂത്രാശയത്തിൽ കല്ലുള്ളവരും മൂത്രത്തിൽ കല്ലുള്ളവരും മൂത്രമൊഴിക്ക് വേദനയുള്ളവരും യുട്ടി രോഗമുള്ളവരും പ്രാർത്ഥിക്കുന്നപ്പ, അപ്പാ ഉറക്കമില്ലാത്തവർ പ്രാർത്ഥിക്കുന്നപ്പ, അപ്പാ കൈ നീട്ടണമേ. അപ്പാ കൈ നീട്ടണമേ. അപ്പാ കൈ നീട്ടണമേ. അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ അപ്പാ. അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ അപ്പാ. I command you, the name of Jesus Christ, to be healed. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് മക്കളെ നെഞ്ചിൽ കൈവെക്കുക. ബ്രസ്റ്റ് രോഗമൊക്കെ മുഴയുള്ളവർ,
ഹൃദയത്തിന് വാൽവിന് കേടുള്ളവർ, ശ്വാസം മുട്ടലുകാർ, വലിവ് ശ്വാസം മുട്ടൽ, ആസ്മ ഉള്ളവർ നെഞ്ചിൽ കൈവെക്കുക. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈശോ അനേകം അടയാളങ്ങൾ കാണിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ മണ്ണിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഞാനിവിടുന്ന് സുഖപ്പെട്ട കർത്താവിന് വിടത്തുള്ളൂ എന്ന് വിചാരിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എന്തെങ്കിലും അപരാധങ്ങൾ വന്നു പോയിട്ടെങ്കിൽ കൈപ്പോടെ കരയുക. കരൾ രോഗികളും നെഞ്ചിൽ കൈവെക്കുക. പാങ്ക്രിയാസ് രോഗികളും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പാപശാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കൈപ്പോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടെടുത്തപ്പെട്ട ദൈവജനത്തോട് കണ്ണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അനേകം മക്കള് ഈശ്വര വിശ്വസിക്കുന്നവരെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണപ്പാ. അപ്പം ഞങ്ങൾ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ കൈ നീട്ടുന്നപ്പാ. യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ, യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ, യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ, യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ അപ്പാ. യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ അപ്പാ. യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തു നാമത്തില് അടയാളം കാണിക്കണമേ അപ്പാ. അങ്ങേ പുത്രനായ യേശുക്രിസ്തു നാമത്തില് അടയാളം കാണിക്കണമേ അപ്പാ. മാർഗരോഗങ്ങള്, സ്ഥിരവേദികള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൈകളെ പിണച്ച് പൂർണ്ണമായ ശരീരം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സൗഖ്യത്തിനായി ഈശോയ്ക്ക് ഏൽപ്പിക്കേണ്ട സമയമാണ്. ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന രോഗങ്ങൾ, അജ്ഞാത രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ, വാതരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗങ്ങൾ. അപ്പാ കൈ നീട്ടണമേ അപ്പാ. അപ്പാ കൈ നീട്ടണമേ അപ്പാ. പരിശുദ്ധമായ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് അവൻ്റെ മഹത്വത്തിന് അടയാളം കാണിക്കണേ അപ്പാ. ക്രൂശിക്കപ്പെടുകയും മരിച്ചുയർത്തുന്നേരുകയും ചെയ്ത അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് അടയാളം കാണിക്കണേ അപ്പാ. അപ്പാ കൈ നീട്ടണമേ അപ്പാ. യേശുവിനെ മഹത്വപ്പെടുത്തണമേ അപ്പാ. I command you in the name of Jesus Christ, you be healed. യേശു സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാപരതം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ രോഗദുരിതങ്ങളും അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ ജീവിത ആവശ്യങ്ങൾ,
കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുന്ന സമയമാണ്. ജോലി സംബന്ധമായ ഞെരുക്കങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, അതിൻ്റെ പേരിൽ മനുഷ്യന് ഒരു നാണം കെട്ട് കുടുംബത്തിൽ ഞെരുക്കി മറ്റുള്ളവരുടെ കുത്തുവാക്കും ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ച് മറ്റുള്ളവരുടെ ചെലവിൽ കിടക്കുന്ന പോലെയുള്ള ആക്ഷേപങ്ങൾ പോലും പറയുന്ന സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ വിഷയത്തിൽ അമ്മ ഇടപെടുന്ന സമയമാണ്. വീടില്ലാത്തവർ, സ്ഥലം ഇല്ലാത്തവർ, നേരത്തെ സാക്ഷ്യം പറഞ്ഞതുപോലെ വഴികൾ ഇല്ലാത്തവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, വ്യവഹാരം നേടുന്നവർ, ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവർ, അവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കർത്താവിനെ അവർ രക്ഷിക്കാനുള്ള വഴികളുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അത് ബന്ധപ്പെട്ടവർക്ക് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സാമ്പത്തിക കടങ്ങൾ, ജീവിത വരുമാനം മുട്ടിയതുപോലെയുള്ള മാർഗങ്ങൾ, കുടുംബത്തിൽ തെറ്റായ ബന്ധങ്ങളും ലഹരി ഉപയോഗങ്ങളും മൂലം ഉണ്ടാകുന്ന അസമാധാനങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ മൂലം ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആധ്യാത്മിക അപകടങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വ്യത്യസ്തമായ നിയോഗങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും ഈ ആരാധനയിൽ സമർപ്പിക്കുന്നവര്, വ്യത്യസ്ത രാജ്യങ്ങളിൽ സമർപ്പിക്കുന്നവര്, ഉടമ്പടികൾ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. എല്ലാ നിയോഗങ്ങളുടെ മേലും എല്ലാ ആവശ്യങ്ങളുടെ മേലും കൃപ വർഷിക്കുന്നെന്ന് പറയുന്നു. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുഞ്ഞുങ്ങളെ ഓർക്കുക. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഹോൾ ടിക്കറ്റ് നമ്പറുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അച്ഛൻ്റെ ഫേസ്ബുക്കിലേക്കും അയച്ചു തരേണ്ടതാണ്. നമ്പർ മാത്രം മതി. ആ നമ്പറുകളെല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ബോർഡ് എക്സാമുണ്ട്, SLC എക്സാമുണ്ട്, +2 ഉണ്ട്, ഡിഗ്രി എക്സാമുണ്ട്. ഇതെല്ലാം തുടങ്ങുകയാണ്. മറ്റു തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, വൈവ, അതുപോലെ തന്നെ എക്സാംസ്, ഇംപ്രൂവ്മെൻ്റ്, റിവാലുവേഷൻ, എക്സാം ഡേറ്റുകൾ, നൈപുണ്യ പരീക്ഷകൾ, അവരെല്ലാം അവരുടെ ഡേറ്റുകൾ ഇപ്പോഴ് മൊബൈലിൽ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്നവർ പതിവ് പോലെ ഹോൾ ടിക്കറ്റ്, എക്സാം ഡേറ്റുകൾ ഇപ്പോഴായിരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആരാധനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ആരാധന സമൂഹത്തിലേക്ക് നിങ്ങളുടെ പരീക്ഷാ ഡേറ്റുകളെയും പരീക്ഷാ നമ്പറുകളെയും മൊബൈലിൽ സമർപ്പിക്കേണ്ടതാണ്. മറ്റുള്ളവരെല്ലാം അവരുടെ പേരുകൾ സമർപ്പിക്കുക. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി ഈ തീയതികളിൽ പ്രവർത്തിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നിന്റെ കണ്ണുനീര് ഒപ്പിയെടുക്കട്ടെ. ഹല്ലേലൂയ. മക്കളെ പഠിപ്പിക്കുന്ന കർത്താവാണല്ലോ. ശ്രേയസ് നൽകണമേ, വിജയം നൽകണമേ. വിദ്യാർത്ഥികളെ, SLC ബോർഡ് എക്സാം എഴുതുന്നവരെ, ഡിഗ്രി, പ്രൊഫഷണൽ കോഴ്സ് പരീക്ഷ എഴുതുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഓർമ്മ ശക്തിയെ വികസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കരങ്ങൾ ഉയർത്തി വലിച്ചുകൊണ്ട് കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും